സുജയ, സജി ചെറിയാൻ പറഞ്ഞത് നമ്മൾ കേട്ടു. സജി ചെറിയാൻ സത്യം പറഞ്ഞോ എന്നതാണ് ചോദ്യം. സജി ചെറിയാൻ കള്ളം പറയുന്ന ഒരാളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം നേരത്തെയും പല കാര്യങ്ങളിലും സത്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സത്യങ്ങളാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ നാവുപിഴ പറ്റിയെന്നൊന്നും ന്യായീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ്. വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ സജി ചെറിയാനെ പോലെയുള്ള ഒരു ചെങ്ങന്നൂരുകാരൻ കള്ളം പറയേണ്ട കാര്യമില്ല. അങ്ങനെ കള്ളം പറഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബോധ്യവും. ഇവിടെ ഡെങ്കിപ്പനി ബാധിച്ച അദ്ദേഹം അബോധാവസ്ഥയിൽ ചെങ്ങന്നൂരിലെ ഒരു സർക്കാർ ആശുപത്രിയിലാണ് 2019 അഡ്മിറ്റ് ആയത്. അവിടെ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിനായി റഫർ ചെയ്തത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്യേണ്ടത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കാണോ സ്വകാര്യ ആശുപത്രിയിലേക്കാണോ എന്നുള്ളത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതലുള്ള നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്തായാലും അന്ന് അദ്ദേഹം MLA ആണ്, മന്ത്രിയല്ല. ഒരു MLA യുടെ കാര്യത്തിൽ സ്വകാര്യ ആശുപത്രിയാണ് നല്ലത് എന്നൊരു ഡിസിഷൻ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പ് ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നതാണോ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാമായിരുന്നു, ഞാൻ അബോധാവസ്ഥയിലാണ്, എനിക്കതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ലല്ലോ എന്ന് സജി ചെറിയാൻ നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ AK ബാലൻ സഖാവിൻ്റെ ഭാഷയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമല്ല തീരുമാനമെടുത്തത്, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ്. അപ്പോൾ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് MLA ആയ സജി ചെറിയാന് കിട്ടുക കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ്. അതുകൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹത്തെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. അതിനിടയിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ റഫർ ചെയ്യുമ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യണോ അതോ മെഡിക്കൽ കോളേജുകളിലേക്കാണോ റഫർ ചെയ്യേണ്ടത്? ആ ഒരു ചോദ്യം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ സൗണ്ട് ബൈറ്റോട് കൂടി അത് അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഏതെങ്കിലും ചികിത്സാ സംവിധാനം മോശമാണ് എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ സർക്കാർ ആരോഗ്യ മേഖലയാകെ മോശമായി കിടക്കുകയാണ് എന്ന് ഇടത് സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിയായ സജി ചെറിയാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുക എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായതും അതാണ്. 14 ദിവസം അദ്ദേഹത്തിന് ബോധമില്ലായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തുടർന്നിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചേനെ എന്നുള്ള ഒരു ഘട്ടത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതൊരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ആരായാലും, ഏത് മനുഷ്യനായാലും, അത് MLA ആയാലും മന്ത്രിയായാലും സാധാരണക്കാരനായാലും ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഓപ്ഷനെ നോക്കുകയുള്ളൂ. നേരത്തെ ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകാനായി തീരുമാനിച്ചത് ആ ആശുപത്രിയിൽ ചികിത്സ തുടർന്നാൽ ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മികച്ച സൗകര്യമുള്ള മറ്റൊരു നല്ല ആശുപത്രിയിലേക്ക്, മറ്റേ ആശുപത്രി മോശമായതുകൊണ്ടല്ല, അതിനേക്കാൾ സംവിധാനങ്ങൾ മികച്ചതായതുകൊണ്ട് അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് സജി ചെറിയാൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ഇവിടെ പ്രതിപക്ഷം ഇത് എന്തായാലും ഉപയോഗിക്കും. കാരണം മന്ത്രി തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോയത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രി V ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യ R പാർവതീദേവി, മന്ത്രി MB രാജേഷ് നെഞ്ചുവേദന വന്നപ്പോൾ ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയും ലിസി ആശുപത്രിയിൽ ചികിത്സ തേടിയതും അതൊക്കെ വെച്ചുള്ള വാർത്തകളൊക്കെ ഒരു ഭാഗത്തു കൂടി ഈ ദേശാഭിമാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വലതുപക്ഷ മാധ്യമങ്ങൾ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രതികരണമായി മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണവും മാറുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ അത് കത്തിച്ചു നിർത്തിയാൽ മന്ത്രി തന്നെ ആരോഗ്യവകുപ്പിനെ തള്ളിപ്പറഞ്ഞു. അതും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയല്ല, 2019 സംഭവം. അന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് മന്ത്രിയല്ലാത്ത MLA ആയ സജി ചെറിയാൻ അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത് ചികിത്സ തേടി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. ഇതാണല്ലോ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രത്ന ചുരുക്കമെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് 2019 നമ്മുടെ ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മെഡിക്കൽ കോളേജിലേക്ക് എന്തുകൊണ്ട് കൃത്യമായി റഫർ ചെയ്തില്ല? മെഡിക്കൽ കോളേജിൽ പോയാൽ MLA യുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് പ്രതിപക്ഷം ചോദിക്കട്ടെ, അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്തകൾ കൊണ്ടുപോകണമെന്ന് താല്പര്യമുള്ളവർ ചോദിക്കട്ടെ. നമ്മൾ ഇതിപ്പോൾ വിശകലനത്തിന് വിധേയമാക്കുകയാണല്ലോ. ഇവിടെ ആരോഗ്യ വകുപ്പിനെ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയാൻ സജി ചെറിയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നത് പറയുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തിന് ഗുണം കിട്ടുന്ന ഒരു ഭാഗം ഇതിലുള്ളത് സ്വകാര്യ മേഖലയ്ക്ക് ഗുണം കിട്ടാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ 5 ദിവസമായി ബിന്ദുവിൻ്റെ മരണത്തെ തുടർന്ന് നടത്തുന്ന സമരം എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു ബലമേവുകയാണ്. ഇവിടെ ശരിക്കും സ്വകാര്യ ആശുപത്രികളാണ് നല്ലത് എന്ന് ഒരു മന്ത്രി തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെ എന്തിനാണ് പറയുന്നത് എന്ന് പ്രതിപക്ഷത്തിന് തിരിച്ചു ചോദിക്കാൻ സാധിക്കും. ഇവിടെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കേരളത്തിലെ ആരോഗ്യമേഖല മികച്ചതെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അതാണ് MA ബേബിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ ഒന്നാണോ ഒരു MLA ചികിത്സ തേടുമ്പോൾ ആ ആശുപത്രിയിൽ
അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പോയാലേ അദ്ദേഹത്തിന് ബാധിച്ചത് ഡെങ്കു ഫീവറാണ്. അപ്പോൾ ഡെങ്കു ഫീവറിനുള്ള അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകർച്ചപ്പനികളിൽ അല്ലെങ്കിൽ ഈ ഗുരുതരാവസ്ഥയിലേക്ക് അപൂർവം ഘട്ടങ്ങളിലാണ് ഡെങ്കു ഫീവർ പോകുന്നത്. അപ്പോൾ ആ ഗുരുതരാവസ്ഥയിലേക്ക് ഒരു ഡെങ്കു ഫീവർ ബാധിച്ച ഒരു രോഗി പോയാൽ അയാളെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം ക്യാൻസർ പോലെയുള്ള മറ്റ് അസുഖങ്ങളല്ല, അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് അല്ല. ഡെങ്കു ഫീവർ വളരെ കോമൺ ആയി ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേർക്ക് വന്നതാണ്. അപ്പോൾ ആ ഒരു ചികിത്സയ്ക്ക് പോലും സംവിധാനങ്ങൾ 2019 ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയാണ്. അവരതിന് മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാതെ? ഈ ഒരു കൺഫ്യൂഷൻ തീർക്കണമല്ലോ. പ്രതിപക്ഷം ഈ വിഷയം നാളെ എന്തായാലും സമരത്തിൽ ഉന്നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ എൻ്റെ അഭിപ്രായം, കേരളം ഒരു മെഡിക്കൽ ഹബ്ബായി മാറണമെങ്കിൽ കേരളത്തിൽ അമൃത ആശുപത്രിയും വേണം, മെഡിക്കൽ കോളേജും വേണം. അതുപോലെ കേരളത്തിൽ ലിസി ആശുപത്രിയും വേണം, മെഡിക്കൽ കോളേജും വേണം. കേരളത്തിൽ കിംസ് ആശുപത്രിയും വേണം, മെഡിക്കൽ കോളേജും വേണം. അല്ലാതെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് അതുകൊണ്ട് കിംസിലേക്ക് പോകേണ്ട എന്നോ, കൊച്ചിയിൽ സഹകരണ മെഡിക്കൽ കോളേജ് ഉണ്ട് അതുകൊണ്ട് അമൃതയിലേക്ക് പോകേണ്ട എന്നോ അല്ല. ഞാൻ വ്യക്തിപരമായിട്ട് അമൃത ആശുപത്രിയിലും കിംസിലും ഒക്കെ ചികിത്സ തേടിയിട്ടുള്ള ആളാണ്. സർക്കാർ ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷേ സ്വകാര്യ ആശുപത്രികളിൽ ചില അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ചില രോഗാവസ്ഥകൾ ഗുരുതരമാകുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കുന്ന പ്രീമിയം സൗകര്യങ്ങളുണ്ട്. അത് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നതൊരു വിഷയമായി നിൽക്കുകയാണ്. മന്ത്രി ഉദ്ദേശിച്ചതും അതിനെക്കുറിച്ചാണ്. അതായത് അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കുക, അതാണല്ലോ പ്രൈമറി ആയിട്ടുള്ള കൺസേൺ. അതിന് സാധിക്കാത്ത സാഹചര്യം അന്നുണ്ടായിരുന്നോ എന്നത് ഒന്ന് വ്യക്തമാക്കേണ്ടത് അന്നത്തെ ആരോഗ്യമന്ത്രിയാണ്, KK ശൈലജയാണ്. അവരത് വ്യക്തമാക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ വ്യക്തിഗത ചികിത്സാ ചെലവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വരെയുള്ള കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതിൽ നമ്മുടെ പ്രായമായ ആളുകളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നത്, ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത്, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടുതൽ ആളുകളും പോകുന്നത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിന് സർക്കാർ ആശുപത്രികളെക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട് എന്നതാണ്. വിവിധ വകുപ്പുകൾ, അതായത് ഓരോ ആശുപത്രികളിലെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അനുസരിച്ചുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ സ്വകാര്യ ആശുപത്രികളിൽ കൂടുതലായും അങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 48,034 കോടി രൂപയാണെന്നാണ്. അതായത് സ്പെൻഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് സംസ്ഥാന GDP-യുടെ 5.2%. അതിൽ നിന്ന് നമ്മളൊരു ഇൻഡിവിജ്വലിൻ്റേത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 13,343 രൂപയാണ്. അപ്പോൾ അതിൽ സർക്കാർ വിഹിതം എന്ന് പറയുന്നത് വിവിധ ഇൻഷുറൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നോക്കുമ്പോൾ അത് 4,338 ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് 7,889 രൂപ ചെലവാകുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ലോഗ് എടുത്ത് നോക്കി. അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ കാലഘട്ടത്തിൽ ഏകദേശം മൊത്തം ആരോഗ്യ ചെലവുകളുടെ, അതായത് ഒരു വ്യക്തികൾ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് മാത്രം ചെലവിടുന്ന ആകെ പണം 28,400 കോടിയാണ്. അത് കൂടുതലും സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നു എന്നും ഈ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞത് കൃത്യമാണ്. അന്ന് MLA ആയിരുന്ന സജി ചെറിയാൻ പോലും അദ്ദേഹത്തിന്റെ അതെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാലഘട്ടത്തിൽ അത് അത്രയും കൂടിയിട്ടുമുണ്ട്. അപ്പോൾ സ്വകാര്യ ആശുപത്രികളോട് ആളുകൾക്ക് പ്രിയമുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിനെക്കുറിച്ചുകൂടെ ഞാൻ പറയാം. കുത്തകകൾ ഈ ചെറുകിട ആശുപത്രികളെയാണ്. പല ആശുപത്രികളുടെയും ടേക്ക് ഓവർ സംബന്ധിച്ചുള്ള റീസെന്റ് റിപ്പോർട്ട്സ് അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അതുപോലെ ആസാദ് മൂപ്പന്റെ ഗ്രൂപ്പൊക്കെ ആ ടേക്ക് ഓവർ സംബന്ധിച്ചുള്ള ഒരു ഫൈനൽ ഇതിലേക്ക് പോവുകയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറുകിട, ഇപ്പോൾ തൊടുപുഴ, അങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള ഇടത്തരം ആശുപത്രികളെ, ചെറുകിട ആശുപത്രികളെയൊക്കെയാണ് ഇവർ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അത് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കും. ഇപ്പോൾ മെഡിക്കൽ ടൂറിസം ഒക്കെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് അവർ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തർക്കങ്ങളൊക്കെ, കുറ്റപ്പെടുത്തലുകളൊക്കെ പ്രതിപക്ഷം അടക്കം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തെ ഒരു മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുക. കേരളത്തിലേക്ക് ഇപ്പോൾ മാൽദീവ്സിൽ നിന്ന്, മാലിയിൽ നിന്ന്, അങ്ങനെ പലയിടങ്ങളിൽ നിന്നും വന്ന് ഇപ്പോൾ കിംസ് ആശുപത്രി നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാലിക്കാരാണ് വരുന്നത്, ലക്ഷദ്വീപുകാർ വരുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന്, ഈവൻ വിദേശത്ത് നിന്ന് അതെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കേരളത്തിന്റെ, ഞാൻ പറയുന്നു അലോപ്പതി മാത്രമല്ല ആയുർവേദമായാലും കേരളത്തിൽ വലിയ രീതിയിൽ ഒരു മെഡിക്കൽ ഹബ്ബായി മാറാനുള്ള ഒരു സാധ്യതയുള്ള ഇടമാണ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് സംസ്ഥാനത്തിന്റെ വരുമാനം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വകാര്യ മേഖലയിലായാലും ചികിത്സയ്ക്ക് വരുന്നവർക്ക് അനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ടൂറിസവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക. അതാണ് ഞാൻ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കേണ്ടത്. അതിന് പകരം മന്ത്രി പറഞ്ഞ വാചകത്തിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട്, മന്ത്രി പറഞ്ഞല്ലോ ഇനിയിപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ പോയിട്ട് കാര്യമുള്ളൂ, മന്ത്രിയുടെ ജീവൻ പോലും രക്ഷിച്ച സ്വകാര്യ ആശുപത്രിയാണ് എന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സൗകര്യമില്ല എന്നല്ല, അത് സൗകര്യപൂർവ്വം പലരും മറക്കുകയാണ്. അത് മന്ത്രി എന്തായാലും സത്യമാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ സജി ചെറിയാനെ വേട്ടയാടേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.